ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് നാടൻ രീതി കൂടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്, എൻ്റെ അച്ഛനാണ്. അച്ഛൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരും. അന്നേരം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉരുളി എടുത്ത് അടപ്പേ വെക്കുക. എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൂന്ന് സവാള അരിഞ്ഞ് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അല്പം ഉപ്പിടുക. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വാടണം. അരച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പോലെ വഴറ്റുക. വെളുത്തുള്ളി നന്നായിട്ട് മൊരിയണം. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ്. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി. അതിലേക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വാടി. എന്നിട്ട് അതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. എടുക്കട്ടെ. ഗരം മസാല 1/2 സ്പൂൺ ഇടുക. പറയണോ? ഇനി ഇത് തുറന്ന് വെച്ച് ഒന്ന് വറ്റിക്കണം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എത്ര തക്കാളി ഇത്? 2 തക്കാളി.
ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, അത്ര മാത്രം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളിപ്പം കഴിക്കാനായിട്ട് പോവാണ്. എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അന്നേരം നമുക്കിനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.